പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിക്രത്തെയും വേദയും തമ്മിൽ തെറ്റിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ അമ്പേ പാളിപ്പോയപ്പോ ശ്രീകാന്തിന് ഒരു എട്ടിന്റെ പണി തന്നെ കൊടുക്കാൻ വിക്രം തീരുമാനിക്കുകയാണ്. സുധാകരൻ മാഷിനെ പൊക്കിക്കൊണ്ടുപോയി വേദയെ പേടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രീകാന്തിന്റെ പരിപാടിയെല്ലാം തന്നെ മണത്തറിഞ്ഞ വിക്രം അവനിട്ട് നല്ല മുട്ടം പണി തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ പ്ലാൻ ഇടുന്നുണ്ട്. ആ നേരത്താണ് വേദ ചായയുമായി വിക്രമിന്റെ അടുത്തേക്ക് വരുന്നത്. വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ ചായ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വേദ അവിടെ ഇരിക്കാൻ പറയും. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് വേദ. വേദ എന്താണ് എന്ന മട്ടിൽ വിക്രമിനെ നോക്കുന്ന സമയത്തിന് വിക്രം പതിയെ പറഞ്ഞു തുടങ്ങി. നിന്റെ ഏട്ടൻ എന്റെ അച്ഛനെയും എന്നെയും പിന്നെ നിന്നെയൊക്കെ ഒരുപാടധികം ഉപദ്രവിച്ചിട്ടുണ്ട്. അയാളുടെ ഉള്ളിലെ പക ഇപ്പോഴും മാറിയിട്ടില്ല. ഇത് കേട്ട് സങ്കടത്തോടുകൂടെ തന്നെ വേദ പറയുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വിക്രം? എന്റെ ഏട്ടനായി പോയില്ലേ. ഏട്ടന്റെ മനസ്സ് മാറുമെന്ന് എനിക്കിനി ഒട്ടും തന്നെ പ്രതീക്ഷയില്ല. അന്നേരം വിക്രം ഉറപ്പോടുകൂടെ തന്നെ പറഞ്ഞു, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്റെ കയ്യിൽ ചില പ്ലാൻ ഉണ്ട്. നിന്റെ ഏട്ടനെ ഒരു പാഠം പഠിപ്പിക്കണം. എന്നാലേ അയാൾ ഇനി അടങ്ങി നിൽക്കൂ. വേദ അമ്പരപ്പോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് വിക്രം? വിക്രം പറഞ്ഞു തുടങ്ങി, അതൊക്കെ ഞാൻ പറയാം. ഇപ്പൊ കമ്പനി കാര്യങ്ങളൊക്കെ നിന്റെ ശ്രീയേട്ടനും ചന്ദ്രശേഖരൻ അങ്ങളും കൂടിയാണല്ലോ നോക്കുന്നത്. ആ അതെ, അതിനെന്താ എന്ന് വേദ ചോദിച്ചപ്പോ വിക്രം പറയുന്നുണ്ട്, നിന്നെ എന്നിൽ നിന്ന് മാറ്റാൻ നോക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? നിങ്ങളുടെ സ്വത്തൊന്നും തന്നെ പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദർശനുമായിട്ടുള്ള നിന്റെ കല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്തെല്ലാം തന്നെ അവിടെ തന്നെ നിൽക്കും. പക്ഷേ വേദക്കതൊന്നും തന്നെ വേണ്ടായിരുന്നു. എനിക്ക് ആ സ്വത്തിന്റെ ഒരു കാര്യവുമില്ല. എല്ലാം ഏട്ടൻ തന്നെ എടുത്തോട്ടെ എന്ന് വേദ പറഞ്ഞുവെങ്കിലും വിക്രം വിട്ടുകൊടുത്തില്ല. എനിക്കും എന്റെ വീട്ടുകാർക്കും നിന്റെ സ്വത്തിൽ നിന്നും ഒരു പൈസ പോലും വേണ്ട. പക്ഷേ നമുക്കൊരു കളി കളിക്കാം വേദ. കമ്പനി കാര്യങ്ങൾ ഇനി നീയും കൂടി ഏറ്റെടുത്ത് നടത്തണം. ശരിക്കും പറഞ്ഞ അതിന്റെ അവകാശി നീ തന്നെയല്ലേ? വേദ അത് കേട്ടപ്പോ ആകെ ഞെട്ടിപ്പോയി. എന്ത് വിക്രം, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ അവകാശം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണമെന്നാണോ? വിക്രം ഉടനെ പറഞ്ഞു, എടി അങ്ങനെയല്ല. ഞാൻ പറയുന്നത് പോലെ തന്നെ നീ അങ്ങ് ചെയ്താൽ മതി. നിന്റെ അച്ഛനോട് പറയണം കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതിനെനിക്കും താല്പര്യമുണ്ടെന്ന് നീ പറയണം. നിന്റെ അച്ഛനതിനൊന്നും തന്നെ നേരമില്ലല്ലോ. നിന്റെ ശ്രീയേട്ടനും ചന്ദ്രശേഖരനും കൂട്ടി അവിടെ തോന്നിയതുപോലെ അങ്ങ് ഇട്ട് ഭരിക്കുമല്ലേ. നീ അത് സമ്മതിച്ചു കൊടുക്കരുത്. നിന്നെ കണ്ട് അവരൊന്ന് പേടിക്കട്ടെ. നിന്റെ അച്ഛൻ അറിയാതെ അവിടെ പല തിരിമറികളും നടക്കുന്നുണ്ട്. കോടികളുടെ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത് എന്ന് തൊഴിലാളികളിൽ നിന്നും ഞാൻ അറിഞ്ഞതാണ്. അച്ഛനെ പറ്റിച്ച് കള്ളക്കണക്കുകളുണ്ടാക്കി അവൻ ബിസിനസ് കൊണ്ടുപോകുന്നതിന്റെ കാര്യമെല്ലാം തന്നെ നിനക്കറിയാമോ എന്ന് വിക്രം ചോദിച്ചപ്പോ വേദ ശരിക്കും അങ്ങ് സ്തംഭിച്ചു പോയി. എന്ത്, സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് വേദ ചോദിച്ചപ്പോ വിക്രം പറഞ്ഞു, അതേന്നേ. നിന്നെ ഇതിലേക്ക് വലിച്ചെടുക്കണ്ട എന്ന് കരുതി ഞാൻ ഇത് പറയാതിരുന്നതാണ്. പക്ഷേ നിന്റെ ഏട്ടൻ എത്രയൊക്കെ കാണിച്ച സ്ഥിതിക്ക് ഇനി അതൊക്കെ പൊളിച്ചു കൊടുക്കണം. ശരിക്കും നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡ് നിന്റെ ഏട്ടൻ തന്നെയാണ്. അച്ഛന്റെ മുന്നിൽ പാവത്താനായി നിൽക്കും. പക്ഷേ ഉള്ളിൽ മുഴുവൻ വിഷം മാത്രമാണ്. സ്വത്തിന് വേണ്ടി തന്നെയാണ് അവൻ നിന്നെ എന്നിൽ നിന്നും മാറ്റാൻ നോക്കുന്നതും. വേദ ഒടുവിൽ അത് സമ്മതിച്ചു. ഞാൻ അച്ഛനോട് സംസാരിക്കാം വിക്രം, എല്ലാം കണ്ടുപിടിക്കാം. കമ്പനിയിലെ ഓരോ കണക്കും ഞാൻ നോക്കും. അച്ഛനെ തെളിവ് സഹിതം തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറയാണ് വേദ. ഇത് കേട്ട് വിക്രം ഒന്ന് ചിരിച്ചു. വേദ ചോദിക്കുന്നുണ്ട്, ഏട്ടനെ പിടിച്ചാൽ മാത്രം മതിയോ? വിക്രമിന്റെ പ്ലാൻ എന്താ? വിക്രം പറയുന്നുണ്ട്, എനിക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകണം. പിന്നെ ശ്രീനി സാറുമായിട്ടുള്ള ബന്ധം നീയും അച്ഛനും കൂടി നിർത്തിച്ചല്ലോ. അപ്പൊ പിന്നെ വേദ പറയുന്നുണ്ട്, അത് പോരാ. എന്റെ മനസ്സിലെ ചില പരിപാടികളുണ്ട്. ഞാൻ നിങ്ങളുടെ പഴയ ബുക്സൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എടുത്ത് പഠിക്കണം. ഡിഗ്രി ലാസ്റ്റ് ഇയർ വരെ പഠിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ആ എക്സാം എഴുതിയിട്ട് ഡിഗ്രി പൂർത്തിയാക്കണം. വിക്രം ഒന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒന്ന് പോയേ വേദേ. അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല. അന്നേരവും വേദ വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് നടക്കും. കോളേജിൽ നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നില്ലേ നിങ്ങൾ? എപ്പോഴും ജീവിതത്തിൽ എന്തോ ഒന്ന് പറ്റിയെന്ന് കരുതി എല്ലാം വന്ന് ഉപേക്ഷിക്കണമെന്നാണോ? നിങ്ങൾ നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങണം. എന്നിട്ട് അച്ഛൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ നിങ്ങൾ ഉയരത്തിലേക്ക് എത്തണം. അപ്പോഴേ എനിക്കെന്റെ അച്ഛന്റെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റൂ. വേദയുടെ വാശി കണ്ടപ്പോൾ വിക്രം പറഞ്ഞു, ഓ അപ്പോ ഇതൊക്കെയായിരുന്നല്ലേ നിന്റെ മനസ്സിൽ? നടക്കുന്ന കാര്യം മാത്രം നീ സ്വപ്നം കണ്ടാ മതി. വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നില്ലേ? അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണം. എന്താ വിക്രം? വിക്രം ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചു. വിക്രമിന്റെ ഉള്ളിലും നല്ല ജീവിതം തുടങ്ങണമെന്നുള്ള മോഹമുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും കൂടി വന്ന് ബൈക്കിലിറങ്ങി. വേദയെ ഓഫീസിൽ വിട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇന്ന് ഉച്ച കഴിഞ്ഞ് അച്ഛനെ കാണാൻ പോവണം. നാളെ തന്നെ കമ്പനിയിൽ ജോലിക്ക് കയറണം. വിക്രം ഓക്കെ പറഞ്ഞ് വർക്ക്ഷോപ്പിലേക്കും പോയി. വേദ നേരെ ശങ്കരനാരായണനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് എത്തിയിരുന്നു. ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, നീ ചുമ്മാ വന്നതാണോ മോളെ, അതോ ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിനെ വേദ പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത്രയും കാലം അച്ഛനും ചന്ദ്രശേഖരനാങ്കളുമാണല്ലോ കമ്പനിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് സ്വത്തിൽ അവകാശം വേണമെന്നൊന്നുമില്ല. പക്ഷേ നാളെ മുതൽ കമ്പനിയുടെ ചുമതല ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ ഒന്ന് ഞെട്ടിപ്പോയി. എന്ത്, നീ എന്താ ഈ പറയുന്നത്? കമ്പനി കാര്യമൊക്കെ നിനക്കറിയാമോ? നിനക്ക് എന്തറിയാം?
ഇത്രയും കാലം ശ്രീകാന്ത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നതല്ലേ. നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തോന്നലുണ്ടാവാൻ കാരണം എന്ന് ചോദിക്കാൻ അച്ഛൻ. അച്ഛൻ ഇപ്പോ എന്നോടൊന്നും ചോദിക്കരുത്. എന്റെ പേരിൽ സ്വത്തൊന്നും മാറ്റണ്ട. എന്റെ ഭർത്താവിനോ വീട്ടുകാർക്കോ ഇതിലൊന്നും തന്നെ താല്പര്യവുമില്ല. ശങ്കരനാരായണൻ വേദയുടെ ആവശ്യം സമ്മതിച്ചു. നിനക്ക് അവകാശമുള്ളത് തന്നെയാണ് വേദേ. പക്ഷേ പെട്ടെന്ന് പറഞ്ഞപ്പോ ഒരു അൻപരന്നു എന്ന് മാത്രം. നിന്റെ കേസൊക്കെ പിന്നെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോ വേദ പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ ഓഫീസിൽ പോയി നോക്കിക്കോളാമെന്ന്. ഇത് നമ്മുടെ സ്വന്തം കമ്പനിയില്ലേ അച്ഛാ. അച്ഛൻ ശ്രീകാന്തിനോട് പറഞ്ഞു. നാളെ മുതൽ വേദയും കൂടി കമ്പനി കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്ന്. ബിസിനസ്സിൽ ഒന്നും താഴേക്ക് പോകരുത് എന്ന് അച്ഛൻ ഓർമ്മിപ്പിച്ചപ്പോ വേദ ഉറപ്പ് കൊടുത്തു. വേദ പോയി കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണന് എന്തോ ഒരു സംശയം ബാക്കി നിന്നു. ഈ സമയം ശ്രീകാന്ത് തന്റെ കാമുകിയുമായി ടൂർ പോവാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു. അമ്മയെ പറ്റിച്ച് ലക്ഷങ്ങൾ അവൾക്ക് കൊടുത്തു. എല്ലാ പ്ലാനും പാളിയപ്പോ വിക്രത്തിനെയും വേദയെയും തകർക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരത്തിനായി അയാൾ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ശങ്കരനാരായണൻ വേദ വന്ന കാര്യം ശ്രീകാന്തിനോട് പറയുന്നത്. വേദ ഇനി കമ്പനി കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ആകെ വിറളി പിടിച്ചു. എന്താച്ചാ അവൾ അങ്ങനെ പറഞ്ഞോ? ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. എന്നിട്ടിപ്പോ അവകാശം പറഞ്ഞു വരുവാണോ എന്ന് ചോദിക്കും. അവളെ ഒന്ന് ആട്ടിയിറക്കാതെ അച്ഛൻ എന്തിനാ ഇത് സമ്മതിച്ചത് എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോ ശങ്കരനാരായൺ പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങ് ശ്രീകാന്തേ, അവൾക്കും ഇതിൽ അവകാശമുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ പിന്നിൽ ആ വിക്രം തന്നെ ആയിരിക്കും അച്ഛാ. സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ നോക്കുന്നത്. ഇല്ല, ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. വേദ അങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കും ശ്രീകാന്ത്. ശങ്കരനാരായൺ പറയുന്നുണ്ട്, വേണ്ട ശ്രീകാന്തേ, അവൾ നോക്കട്ടെ. നീ ഇത്രയും കാലം നോക്കിയതല്ലേ, ഇനി കുറച്ചു കാലം നീ റെസ്റ്റ് എടുക്ക്. അവൾ ഏതായാലും കമ്പനി കാര്യങ്ങളൊക്കെ നോക്കട്ടെ, ഞാൻ അതിന് അവളോട് സമ്മതം പറഞ്ഞതാണ് എന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൻ വിചാരിച്ചു അധിക കാലമൊന്നും ഇനി ഇത് കൊണ്ടുപോകില്ല എന്ന്. എല്ലാം കുളമാക്കി കയ്യിൽ തരും. റൂമിലെത്തിയ ശ്രീകാന്തിനോട് വർഷ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീയേട്ടാ ഇത്? ശ്രീയേട്ടന് ഇത് എന്ത് പറ്റി? അച്ഛൻ എന്തിനാ വിളിച്ചത്? ശ്രീകാന്ത് കാര്യം പറഞ്ഞു, ഇനി കമ്പനി കാര്യങ്ങളെല്ലാം നോക്കുന്നത് വേദയായിരിക്കുമെന്ന്. അത് കേട്ടപ്പോ വർഷ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അവൾക്ക് എന്തറിയാമെന്ന് ചോദിച്ചപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ പിന്നിൽ ആ വിക്രം തന്നെയായിരിക്കും. അവൻ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ അവനെ വിടില്ല. ശ്രീകാന്ത് ഉടനെ തന്നെ ചന്ദ്രശേഖരനെ വിളിച്ച് വിവരമറിയിച്ചു. വിവരമറിഞ്ഞ് ചന്ദ്രശേഖരനും ആകെ വെപ്രാളത്തിലായി. ദർശൻ ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, ശ്രീകാന്ത് നോക്കിയിരുന്നതൊക്കെ തന്നെ ഇനി വേദ നോക്കുമെന്ന്. ശ്രീയേട്ടൻ എല്ലാം അവളുടെ പേരിലാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ വിക്രം അവിടെ വാഴും. ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ അവൻ ഒറ്റ നിമിഷം കൊണ്ട് തകർത്തു കളയും. ദർശൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതേതായാലും നന്നായി അച്ഛാ, നിങ്ങളൊന്ന് വിശ്രമിക്ക്, വേദ പഠിക്കട്ടെ. ചന്ദ്രശേഖരൻ ദേഷ്യത്തോടെ തന്നെ വിക്രമിനെയും വേദയെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉറച്ചു തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ വിക്രമും വേദയും ഓഫീസിലേക്ക് എത്തി. ശ്രീകാന്ത് ഇരുന്ന കസേരയിൽ വേദ പോയിരുന്നു. ഈ കാഴ്ച കണ്ട് ശ്രീകാന്തിന് എരിപെരി കൊള്ളുമെന്ന് വിക്രം പറഞ്ഞപ്പോ വേദ പറയുന്നുണ്ട്, ഒരുപാട് നമ്മളെ ദ്രോഹിച്ചതല്ലേ ഏട്ടൻ, ഇനി ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ശ്രീകാന്ത് ഓഫീസിലേക്ക് വന്നപ്പോ വേദ തന്റെ സീറ്റിലിരിക്കുന്നത് കണ്ട് അവന് ദേഷ്യം സഹിക്കാനായില്ല. വേദ ചോദിക്കുന്നുണ്ട്, ഓഫീസ് ടൈം 10 മണിയല്ലേ, ഏട്ടൻ എന്താ വൈകിയത് എന്ന് ചോദിക്കും. മുതലാളി തന്നെ വൈകി വന്നാ പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ ശരിയാവുന്നത്? ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ, നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. ഇത്രയും കാലം ഞാൻ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. വേദ തിരിച്ചു പറഞ്ഞു, അത് പഴയ കാര്യം. ഇനി മുതൽ ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. പഴയ ഫയലുകളും കണക്കുകളും എല്ലാം എനിക്കൊന്ന് പരിശോധിക്കണം. വിക്രം കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കള്ളക്കണക്കുണ്ടാക്കി കോടികൾ അടിച്ചു മാറ്റാനൊന്നും ഇനി പറ്റില്ല അളിയ എന്ന്. ശ്രീകാന്ത് വിക്രമിനെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോ വേദ പറഞ്ഞു, വിക്രമിനും ഇവിടെ ഇരിക്കാൻ അവകാശമുണ്ട്. ഏട്ടൻ കൂടുതൽ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് വേദ ദേഷ്യപ്പെടും. ഏട്ടൻ ഇരിക്കാൻ വേറെ റൂം ശരിയാക്കി തരാനൊക്കെ ഞാൻ പറയാം. ശ്രീകാന്ത് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്റെ വേലക്കാരനൊന്നുമല്ല, വേദ പറഞ്ഞു. ഇതൊരു ഓഫീസാണ്, തർക്കിക്കാനൊന്നും എനിക്ക് നേരമില്ല. കണക്കുകളൊക്കെ അക്കൗണ്ടിന്റെ കൊണ്ട് കൊടുത്തയക്ക്. ശ്രീകാന്ത് അവിടെ നിന്നും പോയപ്പോ വിക്രം ചിരിച്ചു. വേദ പറയുന്നുണ്ട്, എല്ലാം കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുള്ളൂ. വിക്രം വർക്ക്ഷോപ്പിലേക്ക് പോയി. ശ്രീകാന്ത് നേരെ വീട്ടിലേക്ക് എത്തി ശങ്കരനാരായണനോട് പരാതി പറഞ്ഞു. വിക്രം തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറയുന്നുണ്ട്, തൽക്കാലം നീ അതൊന്ന് അനുസരിക്ക് ശ്രീകാന്തേ, അവൾ ഏതായാലും കാര്യങ്ങളൊക്കെ ഇന്ന് പഠിക്കട്ടെ. വേണമെങ്കിൽ നീ വർഷയുമായിട്ട് ഒന്ന് കറങ്ങാൻ പോയിട്ട് വാ എന്നൊക്കെ പറയുന്ന സമയത്തിന് ശ്രീകാന്ത് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോയി. വേദ ചന്ദ്രശേഖരനെ വിളിച്ചു. അങ്ങളും കൂടിയല്ലേ ഇതെല്ലാം നോക്കുന്നത്, കണക്കുകളൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ കൈമലർത്തി കാണിച്ചു. എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വേദ കടുപ്പിച്ചു പറഞ്ഞു, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി തന്നെ കിട്ടണം. ഇല്ലെങ്കിൽ അച്ഛനോട് കാര്യം വിശദീകരിച്ച് പറയേണ്ടി വരുമെന്ന് പറയും. അന്നേരം ചന്ദ്രശേഖരൻ ദേഷ്യത്തോടെ നോക്കി. പുറത്തിറങ്ങിയ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി ബാറിലിരുന്ന് കുടിക്കുന്ന സമയത്തന്നെ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, വിക്രം മാത്രമല്ല വേദയും നമ്മുടെ ശത്രു തന്നെയാണ്. കോടികളുടെ തിരിമറി അവൾ എങ്ങാനും കണ്ടുപിടിച്ച പിന്നെ അന്നത്തോടെ തീർന്നു നമ്മുടെ കഥ. ശ്രീകാന്ത് പറഞ്ഞു, ആ വിക്രമാണ് ഇതിനൊക്കെ കാരണം.
അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം. ചന്ദ്രശേഖരൻ അപ്പോ ഒരു വഴി പറഞ്ഞു കൊടുത്തു. അവന്റെ കുടുംബത്തിലുള്ളവരെ കൊണ്ട് തന്നെ അവനെ അങ്ങ് തീർത്ത് കളയണം. വിനായകനും ഭാര്യയും പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഒരു കുപ്പി വിഷം കൊടുത്താൽ മതി. ശ്രീകാന്ത് ചോദിച്ചു, സ്വന്തം അനിയനെ കൊല്ലാൻ വിനായകൻ തയ്യാറാകുമോ എന്ന്. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, 10 ലക്ഷം രൂപ കൊടുത്ത അവൻ കേൾക്കും. കൊല്ലാനാണെന്നൊന്നും പറയണ്ട, ഒരു സൂത്രത്തിൽ ചെയ്യിപ്പിക്കാം. അവന്റെ ഭാര്യയൊന്ന് ഇളക്കി വിട്ടാൽ മാത്രം മതി. അതോടുകൂടി തന്നെ വിക്രം ഇല്ലാതാവും. വിക്രം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ വേദ തളരും. പിന്നെ നമുക്ക് അവളെ ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. പിറ്റേന്ന് രാവിലെ തന്നെ ശ്രീകാന്ത് വിനായകനെ വിളിച്ചു കണ്ടു. വിക്രമിനെ കുറിച്ചുള്ള പ്ലാനാണെന്ന് വിനായകന് മനസ്സിലായി. ശ്രീകാന്ത് പറയുന്നുണ്ട്, നിനക്ക് ഞാനൊരു 10 ലക്ഷം രൂപ തരാം. അഡ്വാൻസ് 1 ലക്ഷം രൂപ ഇപ്പൊ തന്നെ തരാമെന്ന് പറഞ്ഞ് അത് കയ്യിൽ കൊടുത്തു. ഒരു വിഷക്കുപ്പി കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് വേദക്ക് ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കണം. അവള് മരിക്കില്ല, പക്ഷേ ഹോസ്പിറ്റലിലാവും. വിക്രമാണ് ഇത് ചെയ്തത് എന്ന് നമുക്ക് വരുത്തി തീർക്കാം. അപ്പോ അവരെ രണ്ടുപേരെയും നമുക്ക് തെറ്റിപ്പിക്കാമെന്ന് പറയും. വിനായകൻ ആദ്യമൊന്ന് പേടിച്ചുവെങ്കിലും 10 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോ അവന് അത് ഏറ്റുവാങ്ങി. ശ്രീകാന്ത് പൈസ അയക്കുമെന്ന് പറഞ്ഞ് വിനായകൻ വീട്ടിലേക്ക് എത്തി. നന്ദിനിയോട് കാര്യം പറഞ്ഞു. 10 ലക്ഷം രൂപ കിട്ടുമെന്നറിഞ്ഞപ്പോ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പുതിയ വീട് വെക്കാമല്ലോ എന്നൊക്കെ അവർ സ്വപ്നം കണ്ടു. ഈ സമയം വർഷ നന്ദിനിയെ വിളിച്ച് മറ്റൊരു കാര്യം തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. വിഷം വേദക്കല്ല, വിക്രമിന് തന്നെ കൊടുക്കണമെന്ന്. വിനായകൻ അറിയണ്ട എന്നും പറയും. പണം മോഹിച്ച് നന്ദിനി അത് സമ്മതിച്ചു. അന്ന് രാത്രി എല്ലാവരും അമ്പലത്തിൽ പോയി വന്നപ്പോ നന്ദിനി ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. വിക്രമും വേദയും പുറത്തു നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞുവെങ്കിലും നന്ദിനി നിർബന്ധിച്ചു അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു. വിക്രമിന് വെച്ച കറിയിൽ നന്ദിനി വിഷം കലർത്തിയിരുന്നു. പക്ഷേ അബദ്ധത്തിൽ ആ കറി വിനായകൻ തന്നെ കഴിച്ചു. നന്ദിനി വിചാരിച്ചു വിക്രമാണ് കഴിച്ചത് എന്ന്. അവൾ സന്തോഷത്തോടു കൂടി തന്നെ വർഷയെ വിളിച്ച് കാര്യം പറഞ്ഞു. ശ്രീകാന്തിനും വളരെയധികം സന്തോഷമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് വിനായകൻ അങ്ങ് കുഴഞ്ഞു വീണത്. എല്ലാവരും ചേർന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചുവെങ്കിലും ഡോക്ടർ പറഞ്ഞു ഉള്ളിൽ എന്തോ മാരകമായ വിഷം ചെന്നിട്ടുണ്ട് എന്ന്. പോലീസിനെ അറിയിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വേദക്ക് നന്ദിനിയെ തന്നെയായിരുന്നു സംശയം. വേദയും വിക്രമും വീട്ടിൽ പോയി പരിശോധിച്ചപ്പോൾ വിഷക്കുപ്പിയും നന്ദിനിയുടെ ഫോണിൽ വന്ന മെസ്സേജുകളെല്ലാം തന്നെ കണ്ടു. തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയ വേദ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നന്ദിനിയെ ചോദ്യം ചെയ്തു. പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പേടിച്ചുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. ശ്രീകാന്തും വർഷയും പറഞ്ഞിട്ടാണ് താൻ ഇത് ചെയ്തത് എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്. മാഷ് നന്ദിനിയെ അടിച്ച് ആട്ടി പുറത്താക്കി. വേദ ഉടനെ തന്നെ ശ്രീകാന്തിനെ വിളിച്ച് എല്ലാ സത്യങ്ങളും ഞാൻ തെളിയിക്കും, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ആകെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. പേടിച്ചു വിറച്ച് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്തു എങ്കിലും വേദ വിടാനൊന്നും തയ്യാറായിരുന്നില്ല. വിനായകന്റെ അപകടനില തരണം ചെയ്തതോടുകൂടി തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വലിയ നാടകം തന്നെ അരങ്ങേറി. നന്ദിനി താൻ ചെയ്ത തെറ്റോർത്തുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും കാല് പിടിച്ച് കരഞ്ഞുവെങ്കിലും സുധാകരൻ മാഷിന്റെ മനസ്സലിഞ്ഞില്ല. എന്റെ മകന്റെ ജീവനെടുക്കാൻ നോക്കിയ നിനക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഈ സമയം വിക്രം ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ജ്യേഷ്ഠൻ തന്നെ കൊല്ലാൻ കൂട്ടുനിന്നു എന്ന സത്യം അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു. പക്ഷേ വേദ അവന് ധൈര്യം പകർന്നു. ഇതൊന്നും വിക്രമിന്റെ കുറ്റമല്ല, വിക്രമിനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്റെ ഏട്ടൻ നടത്തിയ ക്രൂരതയാണിത് എന്ന് അവൻ അവളെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ വേദ ഓഫീസിലേക്ക് എത്തി. അവൾ വെറുതെ ഇരിക്കാൻ വന്നതല്ലെന്ന് ഉറപ്പായിരുന്നു. അക്കൗണ്ടന്റിനെ വിളിപ്പിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷത്തെ എല്ലാ ഓഡിറ്റിംഗ് റിപ്പോർട്ടുകളും ഫയലുകളും തന്റെ ടേബിളിൽ എത്തിക്കാൻ അവൾ ഓർഡർ ഇട്ടു. ശ്രീകാന്ത് ഓഫീസിലേക്ക് എത്തിയപ്പോൾ തന്റെ ക്യാബിനിലിരിക്കുന്ന വേദയെ കണ്ട് അവനൊന്ന് വിറച്ചു. നീ എന്തിനാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നത്? അന്നേരം ശ്രീകാന്തിനോട് വേദ പുച്ഛത്തോടെ ഒരു മറുപടി നൽകി. ഏട്ടാ, ഈ കള്ളക്കണക്കുകളൊക്കെ അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏട്ടന്റെ സ്ഥാനം ഏതായാലും ജയിലിലായിരിക്കും. ഏട്ടൻ നടത്തിയ എല്ലാ പണമിടപാടുകൾക്കുമുള്ള രേഖ എന്റെ കയ്യിലുണ്ട്. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ആകെ വിയർത്തുപോയി. ചന്ദ്രശേഖരൻ അങ്കിളിനെ വിളിച്ച് സഹായം ചോദിച്ചുവെങ്കിലും തന്റെ പേര് പുറത്തു വരുന്നത് പേടിച്ച് അയാൾ ശ്രീകാന്തിനെ കൈവിട്ടു. അന്ന് വൈകുന്നേരം വേദ വീട്ടിലേക്കെത്തി ഒരു വലിയ യോഗം തന്നെ വിളിച്ചുകൂട്ടി. ശങ്കരനാരായണൻ, സുധാകര മാഷ്, വിക്രം, പിന്നെ ആകെ കൂടെ തളർന്നു നിൽക്കുന്ന വിനായകൻ, എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. വേദ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ ചതികൾ ഓരോന്നോരോന്നായി തുറന്നു പറഞ്ഞു. കമ്പനിയിൽ നിന്നും അടിച്ചുമാറ്റിയ കോടികളുടെ കണക്കും വിക്രത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കൊടുത്ത ആ ഒരു കാര്യം കൂടെ കേട്ടപ്പോൾ ശങ്കരനാരായണൻ ശരിക്കും അത് വിശ്വസിക്കാൻ പോലും ആയില്ല. സ്വന്തം മകൻ ഇത്രയും വലിയൊരു ചതിയനാണെന്നറിഞ്ഞപ്പോൾ ആ അച്ഛന്റെ ഉള്ളൊന്നു പൊള്ളി. അദ്ദേഹം ശ്രീകാന്തിനെ തല്ലാനായി കൈ ഓങ്ങിയെങ്കിലും വേദ തടഞ്ഞു. അച്ഛ, ഇയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടത് അച്ഛനല്ല, നിയമമാണെന്ന് അവൾ പറഞ്ഞു. അപ്പോഴേക്കും പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. നന്ദിനിയുടെ മൊഴിയും വേദ കൈമാറിയ തെളിവുകളും വെച്ച് ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നേരം വർഷയും പിടിയിലായി. വിനായകൻ തന്റെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് വിക്രമിനോട് മാപ്പ് ചോദിച്ചു. വിക്രം വലിയ മനസ്സോടെ തന്റെ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ച് മാപ്പ് നൽകി. നന്ദിനിയെ മാഷ് വീട്ടിൽ നിന്നും പുറത്താക്കിയെങ്കിലും അവൾക്ക് അവിടെ പഴയ സ്ഥാനമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ വേദ കമ്പനിയുടെ MD ആയി തന്നെ ചാർജ് എടുത്തു. വിക്രം വേദയുടെ ആഗ്രഹം പോലെ തന്നെ പഠനം പുനരാരംഭിക്കുകയും വർക്ക്ഷോപ്പിനൊപ്പം തന്നെ തന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ അവളെ സഹായിക്കാനും തുടങ്ങുകയും ചെയ്തു.
ഒടുവിൽ ഒരുപാടധികം എപ്പിസോഡുകൾക്ക് ശേഷമാണെങ്കിൽ പോലും ആ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ തന്നെ വിക്രം ഏറ്റെടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാട്ടോ. ബൈ.